ഞങ്ങള് പിന്നെ ഇവിടെ ഈ കറി മസാലയും ബിരിയാണിയൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓണെന്ന് പറഞ്ഞു ഒരു നല്ല കറി മസാലയൊക്കെ വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞു. ഇതാണ് കട. ആ ഒരു നിങ്ങളൊരു ബ്രാഞ്ച് നമ്മൾ തലശ്ശേരി തുടങ്ങുന്നതാണ്. ഒരു ബ്രാഞ്ച് തലശ്ശേരി തുടങ്ങുന്നതാണ്. തുടങ്ങാം. അവിടെ ഇത് വെച്ചുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ ഒക്കെ വരുന്നത് അല്ലേ? ഞാൻ കാണാറുണ്ട്. ഇതാണ് അങ്ങേത് ഇരിക്കണം. പിന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാ ടിവിയിലൊക്കെ പറയുന്ന പോലെ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഉള്ളിൽ വിശാലമായ സൗകര്യങ്ങളുണ്ട് അല്ലേ? കണ്ണൂരിന്ന് ഞാൻ ഇന്നലെ ഒരു 4 മണിയായിരുന്നു. ചെറുപ്പക്കാരനെ വയസ്സൊക്കെ ചെറുപ്പല്ലേ? 60 വയസ്സായില്ലേ? ഞാൻ അവ കൊണ്ടുപോയി നടക്കുന്ന ആളാണ്. നമ്മുടെ തൃശ്ശൂര് ജയ്ഹിന്ദ് മാർക്കറ്റ്. അത് ശരി. ഇവിടെ ഇരുന്നോണ്ട് എല്ലാം നിയന്ത്രിക്കുന്നല്ലേ? നമുക്ക് മത്സരം തുടങ്ങിയത് ഇത് നമ്മുടെ ഇത് കടയാണല്ലേ? അതിന്റെ ഫ്രണ്ട് ഇത് നമ്മൾ ഈ കട. ഇപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ടാണ്. അപ്പൊ സർവത്ര പോലെ JJ ബിരിയാണി. ബിരിയാണികൾ നമ്മുടെ സ്പെഷ്യൽ, നമ്മുടെ കടയുടെ ബ്രാൻഡിൽ വരുന്ന നിങ്ങളുടെ പേരില് ഇതൊന്നും വരുന്ന അത് നിങ്ങൾ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനാ? അത് നിങ്ങൾ മറ്റു സ്ഥലത്ത് കൊടുക്കുന്നത് JJ ഇത് മാതിരി തന്നെ നമ്മുടെ JJ എന്ന് പറഞ്ഞാൽ എന്താ? ജോൺസൺ. ഈ മറ്റേ ജോൺസണായിട്ട് അത് കണ്ടില്ലേ? നമ്മുടെ വൈഫിന്റെ പേര് ജോളിയാണ്. ജോൺസൺ ആൻഡ് ജോളി എന്നല്ലേ? ഐറ്റം മനസ്സിലായില്ലേ? ചാക്ക്. പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങള് ഹോട്ടലുകൾ, സൂപ്പർ മാർക്കറ്റിൽ സപ്ലൈ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ കുറച്ചുകൊണ്ട് വരാം. എന്ന് കഴിഞ്ഞാൽ ഹോട്ടലുകൾ മുഴുവനും നഷ്ടത്തില്ല, സൂപ്പർ മാർക്കറ്റുകൾ മുഴുവനും നഷ്ടത്തില്ല, കാറ്ററിംഗുകാർ മുഴുവനും നഷ്ടത്തില്ല. ഒരു കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ? 100 സാധനം ആണെങ്കിൽ 99 നഷ്ടത്തില്ല. ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് സാധാരണ ചെറിയ റീറ്റെയിൽ ഷോപ്പുകൾ അവരുടെ കാര്യം പറഞ്ഞേ. അതുകൊണ്ട് കൊടുക്കുമ്പോൾ പൈസ കിട്ടില്ല. ഇപ്പൊ വലിയ ഈ മറ്റേ ഈ സൂപ്പർ മാർക്കറ്റ് വന്നുകൊണ്ട് ചെറുകിടക്കാർക്ക് ബ്രാൻഡ് ബിരിയാണി ഇതെല്ലാം ഉണ്ട് അതല്ലേ? ഞങ്ങളുടെ JJ മസാല. എല്ലാം ഈ മസാലകള് എന്ത് മസാലയാണ്? പട്ടായാലും ഗ്രാമ്പൂ, തക്കോലം, ജാതിപത്രി, മറ്റേ ഗരം മസാലയാ? അതെ. ഞങ്ങള് പൊടിച്ച് ഞങ്ങളുടെ ആക്കണം. ഇതാണ് ഗരം മസാല. അത് ഗരം മസാല നന്നാലേ JJ മസാല. അതെ, ഗരം ചേർത്ത് ഞാൻ മനസ്സിലാവൂല്ലോ. അല്ല അതിന്റെ JJ ബ്രാൻഡ് ബിരിയാണി. അത് ഞാൻ ചോദിക്കുന്നതല്ല. ഈ JJ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ കേരളം മുസ്ലിം ഡിസ്ട്രിബ്യൂട്ട് ഇതെന്നറിയാം, പൈസ കിട്ടില്ലെന്ന്. നമ്മളിപ്പോ 34 വർഷമായി. നമ്മള് ഒരു 20 കൊല്ലത്തിന് മുന്നത്തെ സാഹചര്യമില്ല. എല്ലാ സൂപ്പർ മാർക്കറ്റും നഷ്ടത്തില, എല്ലാ ഹോട്ടലുകളും നഷ്ടത്തില, എല്ലാ കാറ്ററിംഗ് സർവീസുകളും നഷ്ടത്തില, 99% സ്ഥാപനങ്ങൾ നഷ്ടത്തില. സർക്കാരുകള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പൊളിഞ്ഞ് 5 കൊല്ലം കഴിയുമ്പോ ബോർഡ് മാറിപ്പോവാന്ന്. ഇപ്പൊ ഒരു കേട്ടെ, നമ്മളിപ്പോ ഈ GST വന്നു, എല്ലാ കടകളിലും കമ്പ്യൂട്ടർ. മിനിമം 2-3 ലക്ഷം രൂപ കൊല്ലത്തിന് ചെലവ്. ഇനി കമ്പ്യൂട്ടർ അടിക്കുന്ന ആള്, അതിന്റെ ചെലവ്. ഇതേപോലെ വാടകയുടെ കേസ്, ഈ കറണ്ട് കാശ്, എല്ലാത്തിനും പൈസ കൂടുതലാണ്. അപ്പൊ സ്ഥാപനം നടത്തി കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കട തുറക്കുക, വൈകുന്നേരം വരെ കഷ്ടപ്പെടാനല്ലാണ്ട് 5 കൊല്ലം കഴിയുമ്പോൾ എല്ലാ സ്ഥാപനത്തിനും ബോർഡ് മാറി കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ലേബർ നിങ്ങൾക്ക് എത്ര ജോലിക്കാരുണ്ട് ഇവിടെ? 2 കൊല്ലം ഏഴാവും. വലിയ പൈസ അത് തന്നെ പറഞ്ഞു. കട തുറന്നു കഴിഞ്ഞാൽ മിനിമം എത്ര കാശ് വേണം? അപ്പൊ ഇതിങ്ങനെ നമ്മുടെ ചെറിയ കടയുടെ ഇങ്ങനെ വലിയ സ്ഥാപനങ്ങളുടെ കാര്യം ആലോചിച്ച് വെക്കാൻ ഈ മലയാളികൾ തന്നെയാണോ എല്ലാ ജോലിക്കാരും? പുറത്തുള്ള മലയാളികളാണ്. പിന്നെ ഈ സാധനമൊക്കെ എടുത്തു കൊടുക്കണമെങ്കിൽ അറിയാം. മലയാളികളെക്കാൾ നന്നായി മലയാളം സംസാരിക്കും ഇന്ത്യക്കാർ. ഇപ്പൊ എന്താ വെച്ചാലേ
നമുക്ക് ഈ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഈ ചെറുകിട കച്ചവടക്കാർ യാതൊരു ആനുകൂല്യമില്ല. കുത്തകക്കാരെ മാത്രമാണ് സർക്കാരുകൾ സംരക്ഷിക്കുന്നത്. ഇപ്പൊ ഈ GST മറ്റേ ഇത് വന്നിട്ടുണ്ട്, ബിൽഡിങ് വാടകയ്ക്ക് അതുവരെ. അപ്പൊ സ്ഥാപനങ്ങൾ 5 കൊല്ലം ബോർഡ് മാറി പോവാന്ന്. ആ സ്ഥാപനത്തിന്റെ ബോർഡ് മാറിയിട്ടുണ്ടാവുന്നു. നമ്മളിപ്പോ തൃശ്ശൂർ തന്നെ നോക്കിയ ഹൈ റോഡ്, M റോഡ്, റൗണ്ട്, ഇവിടേക്ക് 5 കൊല്ലം മുന്നുള്ള സ്ഥാപനങ്ങളുടെ പേരിങ്ങനെ മാറി മാറി പോയിണ്ടാവും. ഇത് ആർക്കും അറിയില്ല എന്ന് നോക്കാം. നോക്കുമ്പോ കടകളൊക്കെ ഇങ്ങനെ പക്ഷെ മുതലാളി സ്ഥാപനം നടത്തണോ അറിയണ്ടാവും. അവ 5 കൊല്ലം വിളി ആകുമ്പോൾ മാറിപ്പോയിണ്ടാവും. ഈ കച്ചവടം നടത്തുന്ന ആളുകൾ അത്രയും കഷ്ടം ദുരിതമാണ്. ഇവിടെ പിരിവുകാർ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും വരുമ്പോൾ പിരിവ് നടത്തുന്നത് കച്ചവടക്കാരാണ്. എന്തെങ്കിലും ഒരു പരിപാടി നടക്കണമെങ്കിൽ അവര് പിരിവ്, പിച്ചക്കാര്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും കഷ്ടത്തിലാണ്. ആളുകൾക്ക് ഇത് അറിയില്ല. അവരെ പിഴിയാ ഒരു സ്ഥാപനം ഇട്ടിരിക്കുന്ന മുതലാളി എന്നുള്ള ധാരണ അവന്റെ അടുത്ത് നിന്ന് കാശ് മേടിക്കാന്നുള്ളതാണ്. പിന്നെ സമൂഹത്തിൽ കച്ചവടക്കാരാണല്ലോ പൊതുവിന്റെ ലാഭമൊക്കെ പോയി കൃഷിക്കാർക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 4-5 ആളുകളുടെ കയ്യില് മുഴുവൻ കിടക്കണം. ഇപ്പൊ നമ്മള് റിലയൻസ് പോലെയുള്ള ആളുകളുടെ സ്ഥലങ്ങളിൽ കിടക്കുന്നത്. റിലയൻസ് തന്നെ ഇപ്പൊ ഈ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞേ ഇതൊക്കെ വരുമ്പോ മറ്റുള്ള ചെറുകിട ഇതിന് പോലും പോവാ. സർക്കാർ അവർക്കാണ് പ്രോത്സാഹനം കൊടുക്കുന്നത്. ചെറുകിടക്കാർക്ക് യാതൊരു വക പ്രോത്സാഹനവും ഇല്ല. എന്താ പറയാ, ചെറുകിടക്കാരാകുമ്പോൾ സർക്കാരിന് ചിലപ്പോൾ ടാക്സ് കിട്ടണമെന്നില്ലാണ്. ഇവരാകുമ്പോൾ ഫിക്സഡ് ആയിട്ട് ടാക്സ് ഇങ്ങോട്ടൊക്കെ കിട്ടും. വലിയൊരു എമൗണ്ട് വരും. പാവങ്ങളാകുമ്പോ അവർക്ക് ഇത് എല്ലാ കാര്യങ്ങളും അവരങ്ങനെ നോക്കില്ല. അവരെങ്ങനെയും ഒരു ദിവസം 10-500 എങ്ങനെയും കിട്ടട്ടെ എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകും. ഇതൊക്കെയാണ് ഇതിന്റെ പരിപാടി. അല്ല, പിന്നെ വേറൊന്ന്, ഈ വൻകിടക്കാർക്ക് അവരുടെ മൊത്തം നോക്കുമ്പോൾ സർക്കാർ കണക്കാക്കുന്ന 2 രീതിയിൽ. ഒന്ന്, അവര് നെക്സ്റ്റ് ഗവൺമെന്റിന്റെ ടാക്സ് വലിയൊരു പിന്നെ അപ്പോ സാറ് എന്താ പറയാ, തലശ്ശേരി അല്ലേ? കണ്ണൂര് എന്ന് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായി. വളരെ വളരെ സന്തോഷം. എന്തായാലും നമ്മള് എന്താ പറയാ, വളരെ കാലങ്ങളായിട്ടുള്ള ബന്ധം നമ്മുടെ പുസ്തകത്തിൽ കൂടെ പരിചയപ്പെടുന്നത്. പത്രത്തില് നിങ്ങളുടെ ഈ ദേശാഭിമാനിയില് ദുര്യോധന്റെ ആ പുസ്തകം അങ്ങനെ അത് തപ്പി പിടിച്ചാണ് നമ്മൾ തമ്മിൽ വായിച്ചു. നമ്മൾ ആലുവാരും ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ വളരെ വർഷങ്ങൾക്ക് ശേഷം യാദൃശ്ചികമായിട്ട് നമ്മുടെ കടയിലേക്ക് എത്തി. വളരെ സന്തോഷം. എന്താണ് ഇവിടെ ഞങ്ങൾ തൃശ്ശൂർ വന്നു, നമ്മുടെ കട കണ്ടു. അത് നിങ്ങളുടെ കടയെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് പലപ്പോഴും ഈ ഒരു വീഡിയോ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. നന്നായിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു കടയുടെ ഒരു ബ്രാഞ്ച് ബിരിയാണിക്കൊക്കെ നമ്മുടെ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഇതാ. അപ്പം അത് ആ രീതിയിൽ ഇങ്ങനെ ഒരു ഒരു സ്ഥാപനം അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഉൾപ്പെടെ JJ ബ്രാൻഡ് അതിന് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ സ്കോപ്പുള്ള പ്രദേശമാണ് നമ്മുടെ നാട്. നിങ്ങൾ ഈ രീതിയിൽ ശാസ്ത്രീയമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സാധ്യതയുണ്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപജീവനത്തിലുള്ള സ്ഥാപനമാണ്. പക്ഷേ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നാട്ടുകാരുടെ ഒരു സേവനം കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ ഒരു സ്ഥാപനം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തലശ്ശേരി അല്ലേ കണ്ണൂർ. ഓക്കെ, എന്തായാലും ഞാനൊരു ദൈവവിശ്വാസിയാണ്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. ദൈവം അങ്ങനെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സ്ഥലം സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ സ്ഥലമൊക്കെ സൗകര്യം ഏർപ്പാട് ചെയ്തു. ബാക്കി കാര്യമൊന്നും വിളിക്കണം. നല്ല പ്രൈം ലൊക്കേഷൻ ഞാൻ ബിൽഡിംഗ് ഒക്കെ കണ്ടുപിടിച്ചത്. അത് ചോദിച്ചാൽ കണ്ണൂര് ജില്ലയിൽ എവിടെയും ബിൽഡിംഗ് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഈ വാടക ബിസിനസ്സാണ്. അതൊക്കെ മുടക്കി വരുമ്പോ നമുക്ക് സ്ഥലം ഉണ്ടാവണം. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ എളുപ്പമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ വാടക ഈ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ലാഭം ഉണ്ടാവില്ല. അതിന്റെ പ്രശ്നം തന്നെ ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം റെന്റാണ്. ഓരോ മാസവും വലിയ തുകയാണ് പോകും. പിന്നെ ഒരു ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് വേറെ എമൗണ്ട്, മാസാമാസം ഈ റെന്റ്, ഇലക്ട്രിസിറ്റി, ഇതിന് ഒഴിവാക്കാൻ പറ്റില്ല. ടാക്സ് ഒക്കെ പോട്ടെ, അവർക്ക് വാങ്ങാം. പക്ഷെ പിന്നെ ഈ എംപ്ലോയി 2-3 ജോലിക്കാരുണ്ടെങ്കിൽ അവരുടെയും മാസാമാസം എഴുതി കൊടുക്കണം. ഇൻകം ടാക്സ് ഒക്കെ അന്നേരമൊക്കെ പോകുന്നതല്ലേ, അറിയില്ല. പക്ഷേ മറ്റൊന്ന് വലിയൊരു ഇതിനകത്ത് ചെറിയ മാർജിനിൽ നിന്ന് ഉണ്ടാക്കാൻ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. കമ്പനികളായിട്ട് കോമ്പറ്റീഷൻ, വലിയ മാളുകള്,
നിങ്ങൾക്ക് ഈ പലചരക്കുകളായി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള പ്രശ്നം നമുക്കതിന് വലിയ മാർജിൻ വാങ്ങാൻ പറ്റില്ല. ഒരു നോർമൽ മാർജിനാണ്. ആ മാർജിൻ വെച്ചിട്ട് വേണ്ടയില്ല. നിങ്ങളൊരു സാധനം 100 റുപ്യക്ക് വാങ്ങിയിട്ട് 110 വിട്ട് കഴിഞ്ഞാൽ 10 റുപ്യ അങ്ങ് മിച്ചം വരിക. ഇതിനകത്ത് എല്ലാം ശരി. ഏതായാലും നമുക്ക് കാണാം. അപ്പോൾ മാഡം പോട്ടെ, ബൈ. എല്ലാവിധ ആശംസകളും. ഞാനൊക്കെ വിളിക്കാം.